പല വിധത്തിലെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ പ്രസംഗങ്ങളും നല്ലതാണ്. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വന്ന് നാളുകൾക്ക് ശേഷം എൻ്റെ ഉള്ളിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രസംഗിക്കുമ്പോൾ പ്രാക്ടിക്കലി എന്തുകൊണ്ടാണ് എനിക്ക് ചിലത് അനുഭവിക്കാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലായാൽ കുറെ കൂടെ അതിലേക്ക് വരാനായി കഴിയും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞ, നാളുകൾക്ക് മുമ്പ് ഞാൻ കാലുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, ആ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനത് അനുസരിച്ചതിന് ശേഷം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങിയ റിസൾട്ട് വ്യത്യാസമായിരുന്നു. തൊട്ട് കൈവച്ച് പ്രാർത്ഥിച്ച കൂടുതൽ പങ്കാളുകളും സൗഖ്യമായി. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നു? അപ്പൊ എനിക്ക് ഒരു സൊല്യൂഷൻ കർത്താവിൽ നിന്ന് കേൾക്കുന്നതാണ് ഇപ്പോഴും ഇഷ്ടം. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നൊരു സൊല്യൂഷനാണ്. സോ നിങ്ങളുടെ അകത്ത് ഈ കാര്യം മനസ്സിലായാൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആത്മീയ ജീവിതം വേഗത്തിൽ കയറി വരുവാനായി തുടങ്ങും. ഒന്നുകൂടെ ചുണയായിട്ട് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. എന്നാൽ നേരത്തെ ഞാൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഫോക്കസ് മുഴുവൻ ഒരു വാക്യത്തിൽ നിന്ന് ചിന്തകൾ പറയും എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങളെ ദൈവം വിടുവിക്കും, ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കും, ഇന്ന് നിങ്ങളെ വിടുവിക്കും, ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കേൾക്കുന്ന ആളുകൾ വിടുവിക്കപ്പെടും. പക്ഷെ കുറച്ചു പേർ അതിലെന്നും എത്താതെ, ഒരു നാളും അവർ ആ സ്ഥലത്തേക്ക് വരാതെ, ഒരു നാളും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിന്നീട് മനസ്സിലായി, ട്രൂത്ത് മനസ്സിലാക്കാൻ തുടങ്ങിയ, എങ്ങനെ അതിലേക്ക് വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ആളുകളുടെ സ്ഥിതികൾക്ക് മുഴുവൻ മാറ്റം വരുമെന്ന് മനസ്സിലാക്കാൻ. യേശു പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു പറഞ്ഞു, പറയാമോ നിങ്ങൾക്ക്? സത്യം നിങ്ങൾ അറിയുകയും ആ സത്യത്തിന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയുകയും ചെയ്യും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ അകത്തേക്ക് ചില ട്രൂത്ത് മനസ്സിലായാൽ എനിക്ക് ഇതുവരെ ഇല്ലാത്ത ചില സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകാനായി തുടങ്ങും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമല്ലേ സ്വാതന്ത്ര്യം വരുത്തുന്നത്? ദൈവമല്ലേ സ്വാതന്ത്ര്യം വരുത്തുന്നത്? അല്ലേ? ഞാൻ മനസ്സിലാക്കിയിരുന്ന അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവമാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്. പക്ഷെ ദൈവത്തിന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയണമെങ്കിൽ ആ ദൈവിക സത്യങ്ങൾ എൻ്റെ അകത്ത് വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യമാകുന്നത്. സോ ഞാനൊരു സത്യമാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ ലൈഫിനെ അത് സ്വാധീനിക്കാൻ പോകുന്നു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. നമ്മൾ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ എന്താ വാസ്തവത്തിൽ ചിന്തിക്കാറുള്ളത്? സുവിശേഷം എന്താ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത്, ക്രിസ്ത്യാനികളായ ആളുകളുടെ അകത്ത് വരാൻ തുടങ്ങുന്നത്? നമ്മൾ പലപ്പോഴും പറയും, സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത, ദൈവനെ സൗഖ്യത്തിലേക്ക് വിളിക്കുന്നു, ദൈവനെ വിടുതലിലേക്ക് വിളിക്കുന്നു എന്ന് ന്യൂ ജനറേഷൻ പറയുന്നുവെങ്കിൽ, വേറൊരു ഗ്രൂപ്പ് പറയും സുവിശേഷം വാസ്തവത്തിലെ നിത്യതയ്ക്കുള്ള ആഹ്വാനമാണ്. ഇതെല്ലാം ശരിയാട്ടോ. എന്നാൽ അതോടൊപ്പം ഒരു ശരിയും കൂടെ ഞാൻ നിങ്ങളോട് പറയുക, ഗോസ്പൽ is a gate for spiritual world. ആത്മലോകത്തിലേക്കുള്ള ഒരു വാതിലാണ് വാസ്തവത്തിൽ ഗോസ്പൽ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറയാം. എന്നോടൊപ്പം എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ആത്മലോകത്തിലേക്ക്. ഈ ആത്മലോകം എന്ന് പറഞ്ഞാൽ എന്തുവാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആത്മലോകം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ കാണുന്ന ലോകം പോലെ ആത്മലോകം എന്ന് പറയുന്നതും യാഥാർത്ഥ്യമാണ്. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, ദൂതന്മാരായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നടന്നിരുന്നത്. ആലോചിച്ച് നോക്കി. നമ്മൾ പറഞ്ഞു മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി. പക്ഷെ ആ മേഘസ്തംഭത്തിനകത്ത് ആരാ ഉണ്ടായിരുന്നേ? ഏഞ്ചൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറ. വേദപുസ്തകം പറയുക, അവരുടെ മുമ്പിൽ നിന്നിരുന്ന ദൂതൻ പുറകിലേക്ക് പോയി നിന്നതോടുകൂടെ മിസ്രയീമ്യരുടെ വഴി മുഴുവൻ തെറ്റിപ്പോയി. നിങ്ങളെന്താ കൈയടിക്കാതെ? ശരിക്കും പറഞ്ഞ ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചതിന് ശേഷം പിന്നീട് അവർ പുറപ്പെട്ടപ്പോ അവർ വാസ്തവത്തിൽ അതുവരെ ജീവിച്ചതുപോലെയല്ല ജീവിച്ചത്. മുമ്പിൽ മേഘസ്തംഭം ചലിക്കുന്നത് കാണാം. They are entered to a spiritual
വേൾഡ്. സത്യത്തിൽ ഗോസ്പൽ നമ്മളിലേക്ക് കേൾക്കാൻ തുടങ്ങുമ്പോൾ ഗോസ്പൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, യു ആർ ഇൻവൈറ്റഡ് ത്രൂ ദ ഗോസ്പൽ ടു ദ സ്പിരിച്വൽ വേൾഡ്. യേശുവിന്റെ സുവിശേഷം വഴി എന്നെ ഒരു സ്പിരിച്വൽ ലോകത്തിലേക്കാണ് കയറുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദ കിങ്ഡം ഓഫ് ദ ലോർഡ്. കിങ്ഡം ഓഫ് ദ ലോർഡ്. ആമേൻ. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന് മുമ്പ് ധാരാളം വിടുതലുകൾ നടന്നു, പക്ഷെ അത് മാസ്യമായിരുന്നില്ല. ഒരു കുഷ്ഠരോഗി സൗഖ്യമായി, ഒരു വിധവ അത്ഭുതപൂർവമായി വിടിവിക്കപ്പെട്ടു. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഒരു മരിച്ചയാൾ സൗഖ്യമായി. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദകീർത്തനം ഹാല. അവിടെ 1-2 പ്രാവശ്യം അപ്പം വർദ്ധിച്ചു. പഴയ നിയമത്തിൽ ധാരാളം അത്ഭുതങ്ങളുണ്ട്, പക്ഷേ പ്രവാചകന്മാരുടെ അടുക്കൽ വന്ന എല്ലാ ആളുകളും അങ്ങനെ ആരും വരുമായിരുന്നില്ല. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്ന് മത്തായിസുവിശേഷം 4:23 വായിക്കുന്നത്, യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചിട്ട് ആരൊക്കെ ആ രാജ്യത്തിൽ വിശ്വസിച്ചോ, ആർ യു ലിസണിങ്? ആ രാജ്യത്തിലേക്ക് ഇൻവൈറ്റഡ് ആയ ആളുകളൊക്കെ, ആ രാജ്യത്തിലേക്ക് പ്രവേശിച്ച ആളുകളൊക്കെ, സകല ആളുകളും സൗഖ്യമായി, സകല ആളുകളും വിടുവിക്കപ്പെട്ടു, സകല ആളുകളും സ്വാതന്ത്ര്യം അനുഭവിച്ചു. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല, ശബ്ദമുയർത്തിയില്ല. കമോൺ കമോൺ കമോൺ. സകല ദീനക്കാരെയും സകല വ്യാധിക്കാരെയും യേശു സൗഖ്യമാക്കിയെന്ന് എഴുതിയിരിക്കുന്നേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ സകലരും സൗഖ്യമായി, സകല ദീനക്കാരും സകല വ്യാധിക്കാരും. ഓ, കൈകൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും സൗഖ്യമായി. പഴയ നിയമത്തിൽ എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഒരാൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ അവരെ സൗഖ്യമാക്കുക ചെയ്തത്. പക്ഷേ പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനം കയറിയത് ദൈവരാജ്യത്തിനകത്തേക്ക്, ആത്മലോകത്തിനകത്തേക്കാ കയറിയത്. ആ കയറിയ എല്ലാവരും സൗഖ്യമായി. ടുഡേ നിങ്ങളും ഞാനും യേശുവിൽ വിശ്വസിച്ചപ്പോ ദൈവത്തിൽ വിശ്വസിച്ചു, ശരിയാ, പക്ഷേ കാണാൻ കഴിയാത്ത വേറൊരു ആത്മലോകത്തിലേക്ക് ഞാൻ കയറിയ ദിവസമായിരുന്നു ഞാൻ യേശുവിൽ വിശ്വസിച്ചത്. ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന, അത്ഭുതത്തിന്റെ കൈ ചലിക്കുന്ന, സൗഖ്യത്തിന്റെ ബലം വെളിപ്പെടുന്ന, അടയാളങ്ങൾ നീങ്ങുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകളുള്ള, ഇടിയുള്ള, മിന്നലുള്ള, മേഘമുള്ള, ശബ്ദമുള്ള, കാഹളമുള്ള, തീയുള്ള, ഇപ്പോൾ തന്നെ ആ തീ ഹോളിനകത്ത് കത്തുന്നത് എനിക്ക് കാണാം. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ലിബാരാനോ ശിവരാകോ യേശുവേ എന്ന് പറഞ്ഞ് ഞാൻ ആത്മഗോളത്തിലാണ്, ആത്മലോകത്തിലാണ് പറ. ഞാൻ ആ ആത്മലോകത്തിലുള്ള ഭാഷയാണ് കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിച്ചത്. പക്ഷേ ഈ ആത്മഗോളത്തിലെത്തിയാൽ അന്ന് മുതൽ അത്ഭുതങ്ങളാണ്. ഞാൻ 2014 ഒരു ശബ്ദം കേട്ടു, മിറക്കിൾസ് ആർ നോർമൽ ബിക്കോസ് യു ആർ ഇൻ ദ കിങ്ഡം. ഈ ലോകത്തിനകത്ത് കയറിയാൽ അത്ഭുതങ്ങൾ സാധാരണമാണ്. Hallelujah. Now miracles is going to be my lifestyle. Our miracles are my lifestyle now. ജീവിതത്തിന്റെ ഭാഗമാകുകയാണ്. അതിനുവേണ്ടി സീക്കുകയല്ല, അത് അന്വേഷിക്കുകയല്ല, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാകുകയാണ്. ഞാൻ ചിലരോട് ദൂത് പറയുക, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. നിങ്ങളുടെ കൈ എതുപോലെയാണോ, നിന്റെ കാൽ ശരീരത്തിന്റെ ഭാഗം എങ്ങനെയാണോ ആയിരിക്കുന്നത്, അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഓ, ആരാധിച്ചു തുടങ്ങിക്കേ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, യു ആർ ഇൻവൈറ്റഡ് ടു ദ സ്പിരിച്വൽ വേൾഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്, ത്രൂ ദ ഗോസ്പൽ. ഓ, യു ആർ ഇൻസൈഡ് നൗ. ഓ, ഒന്ന് കൈ അടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഇരിക്കാം നമുക്ക്. ആത്മഗോളത്തിലേക്ക് സ്വാഗതം. വേറൊരു ഭാഷ അടുത്തിരിക്കുന്ന ആളോട് പറയാം, ആത്മലോകത്തിലേക്ക് സ്വാഗതം.
ആത്മലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ മെസ്സേജിന്റെ പേര് ഇതാണ് ഇടേണ്ടത്, ആത്മലോകത്തിലേക്ക് സ്വാഗതം. ഒന്ന് പറയാവോ? ആത്മലോകത്തിലേക്ക്. എന്നോട് ഞാൻ വളരെ ഈ ദിവസങ്ങളിൽ ഇന്ന് 40 ദിവസമായി കർത്താവിനോടൊപ്പം ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നിയത് ഈ 40 ദിവസം ദൈവം എന്നെ സഹായിച്ചത് ആത്മലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ്. അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായേ ഇതുവരെ മനസ്സിലാകാത്ത ധാരാളം കാര്യങ്ങൾ കിടക്കുവാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ദാനിയേൽ ഒരു ദൂതനെ കണ്ട് ബോധം കിട്ടു വീണു, സംസാരിക്കാൻ പോലും ഇല്ല, അത് മരിച്ചവനെ പോലെയായി. അപ്പോൾ വേറൊരു ദൂതൻ വന്ന് അവനെ തട്ടി, അതോടെ അവന് ബലമുണ്ടായി, എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു ഇപ്പോഴും ശരിയായിട്ടില്ല. ഒരിക്കൽ കൂടെ ആ ദൂതൻ വന്ന് വീണ്ടും തട്ടി, വീണ്ടും ശരീരം ബലപ്പെട്ടു. ഞാൻ ശരിക്കും ചിന്തിക്കുമായിരുന്നു, അതേ ദൂതൻ യേശുവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഗെത്സമനയിൽ അവൻ തളർന്നവനായപ്പോൾ അവന് വീണ്ടും ശക്തീകരിച്ചു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ എത്രയോ പ്രാവശ്യം തളർന്നവരായിട്ടിരുന്നിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ കാൽ കല്ലിൽ മേൽ തട്ടാതെ വണ്ണം അവൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവരെന്നെ താങ്ങുമെന്ന്. ഒരു ആമേൻ പറ എന്ന് പറഞ്ഞ നമ്മൾ എപ്പോഴെങ്കിലും ദൂതന്മാർ കൈകൊണ്ട് കാല് തട്ടാതെ വണ്ണം കൈ പിടിച്ച് കണ്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം നമ്മൾ അതിൽ പരിചയമുള്ളവരല്ല, നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയുള്ളവരല്ല. തൻ്റെ ദൂതന്മാർ തനിക്ക് ചുറ്റും പാളയം ഇറങ്ങി അവനെ സംരക്ഷിക്കുന്നു. നമ്മൾ ദൂതന്മാർ സംരക്ഷിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അനുഭവിക്കുന്നില്ല. പക്ഷേ when we are in the spiritual world, from that day, from that moment onwards, we can experience that. But what the whole problem? നമുക്ക് ആ കാര്യം പറഞ്ഞു തരാനോ ആ കാര്യങ്ങളെ ചിന്തിക്കാനോ നമ്മൾ സാധാരണ തയ്യാറല്ല. യേശു പറഞ്ഞു, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അടുത്ത വാക്ക്, അവനെ വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു. അടുത്തത്, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. എല്ലാവരും അടുത്തിരിക്കുന്നവരോട് പറ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. വേറെ ആളോട് പറ, നീ ആടാണ്, യേശുവിന്റെ ശബ്ദം നിനക്ക് കേൾക്കാം. അടുത്ത വാക്ക്, ആടുകളുടെ പേര് ചൊല്ലി അവൻ വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വ്യക്തിപരമായി ദൈവം അയാളെ ഗൈഡ് ചെയ്യുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവർക്ക് മുമ്പായി പോകുന്നു. നമ്മുടെ മുമ്പിൽ ഒരുവൻ നടക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ അവനെ അനുഗമിക്കുക ചെയ്യുന്നത്. നമുക്ക് മുമ്പേ ഒരുവൻ, നമുക്ക് അങ്ങനെ ഒരു പാട്ടില്ലേ ജസ്റ്റിനെ, മുമ്പേ ഒരുവൻ ഏതാ എങ്ങനെ ഒരു പാട്ടില്ലേ നമുക്ക്, മുമ്പേ ഒരുവൻ അതു നല്ല എന്റെ നല്ല ദൈവമാ. ഓ മുമ്പേ ഒരുവൻ പോകുന്നു, അത് എന്റെ നല്ല ദൈവമാ. മുമ്പേ ഒരുവൻ പോകുന്നു, അത് എന്റെ നല്ല ദൈവമാ. എന്റെ മുമ്പിൽ ഒരുവൻ പോകുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറയും, മുമ്പേ എന്നൊന്ന് ശ്രദ്ധിക്കാവോ, നിങ്ങൾ രണ്ടുപേരും വന്നേ എൻ്റെ മുമ്പിൽ നിന്ന് വാതിലായി നിന്നേ. ജസ്റ്റിനെ വാടാ, നിന്റെ പൊക്കമുള്ള ഒരാളും കൂടെ വാ. അല്ലെ വാതില്, അവൻ 2 വലിയ വാതിൽ കട്ടളപ്പടികൾ നിൽക്കുവോ? ഇത്രയും പൊക്കമുള്ള കട്ടളപ്പടി കിട്ടാൻ തന്നെ ചാൻസ് കുറവില്ല. എനിക്കല്ല, ഇതിനകത്ത് 6 അടിയുള്ള ഏത് വണ്ടിക്കും കയറാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കാം. ഞാൻ യേശുവിനെ വിളിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ആ തൊഴുത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? വാതിലിലൂടെ ജോയനമുളന്ന് വന്നേ, വാതിലിലൂടെ ആര് കടക്കുന്നുവോ, ആരെങ്കിലും കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരെങ്കിലും വാതിലിലൂടെ കടക്കുന്നുവോ അയാൾ ഈ തൊഴുത്തിനകത്ത് വരികയാണ്. 3-4 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവവചനം പറയുക, ഈ തൊഴുത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വന്നു. Now you are in the kingdom. ഏതിന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്നു? പറ. ഇതൊരു മിസ്റ്ററി പറയാൻ പോവാണ്. ജിജോ ഇങ്ങ് വരാം. ജോയിനമോളം ജിജോയുടെ കൂടെ നിന്നേ, ചേർന്ന് നിന്നേടെ. ജിജോ അവളെ പിടിച്ചിട വന്ന് നോക്കാം. ഇത് വേറൊരു ആത്മലോകമാണ്. ഇതിനെ വിളിക്കുന്ന പിശാചിന്റെ ലോകമെന്നാ. റൈറ്റ്.
ഒരു ആമീൻ പറ. അവിടെ ദർശനങ്ങളും പ്രവചനങ്ങളും വെളിപ്പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇവിടേക്ക് ഇവൾ ഷിഫ്റ്റഡ് ആയ ദിവസമാ, വേറൊരു ആത്മലോകത്തിലേക്ക് ഷിഫ്റ്റഡ് ആയ ദിവസമാ യേശുവിനെ അറിഞ്ഞ ദിവസം. You are in the kingdom now. ഭയങ്കരവാ. കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ എടുത്ത വാക്യം കൂടെ വായിച്ചോട്ടെ. നിക്കോദീമോസിനോട് കർത്താവ് ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ എന്നെ എടുക്കാം, നിങ്ങൾ ബൈബിളിൽ നിന്ന് എടുക്കാം. നിക്കോദീമോസിനോട് കർത്താവ് ഒരു വാചകം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന എങ്കിൽ പുതുതായി യേശുവിനെ ആരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ ആരെങ്കിലും ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ എവിടേക്ക് വരാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തിനകത്തേക്ക് വരാൻ പറ്റത്തില്ല. ഞാനിത് ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാവേ. ജീസസ് ആൻസേർഡ് ഹിം ആൻഡ് അഷ്യൂർ യു ആൻഡ് മോസ്റ്റ് സോളംലി സേ ടു യു, അൺലെസ് എ പേഴ്സൺ ബോൺ അഗെയിൻ, ഹല്ലേലൂയ, ഹി cannot see and experience the kingdom of God. അവിടെ സീന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, കാണാൻ കഴിയാന്ന് മാത്രമല്ല, അനുഭവിക്കാൻ കഴിയത്തില്ലെന്നാ. നിങ്ങൾ തിരിച്ചൊന്ന് വരാം. അതേപോലെ എല്ലാവരും വരാം. ഓടിയോ നോക്ക. ഇയാൾ പിശാചിന്റെ പിടിയിൽ നിന്ന് എവിടേക്ക് വരുവോ? ദൈവരാജ്യത്തിലേക്ക് വരുവോ? നിങ്ങളെന്താ അനങ്ങാത്ത? എന്താ ഈ രാജ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രാജ്യം, അനുഭവിക്കാൻ കഴിയുന്ന രാജ്യമാണ്. ഏയ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അങ്ങോട്ട് പോയത് തന്നെ പിശാചിന്റെ രാജ്യത്തിലെ പ്രത്യേകത രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങളാണ് ആ രാജ്യത്തിലെങ്കിൽ, ഈ രാജ്യത്തിലെ പ്രത്യേകത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, ദൈവമഹത്വത്തിനുള്ള സകലതുവാ. എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിക്കാൻ കഴിയുന്നതാണെന്ന്. നിങ്ങൾ ആരെങ്കിലും പുതുതായി ജനിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ ദിവസം മുതൽ കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. തുള്ളിച്ചാടി ആമേൻ പറ. ഭയങ്കരം. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഭയങ്കരമായി ഇത് എന്ന് പറഞ്ഞ ഇത് കാണാൻ കഴിയും. ഓ, അത് വിശദീകരിച്ച ഇന്ന് തീരത്തില്ല, അടുത്ത ആഴ്ച ഒന്ന് പറഞ്ഞേ. കാണാൻ കഴിയും. അപ്പൊ കിങ്ഡം ഓഫ് ഗാഡ് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും? സാത്താന്റെ ലോകം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണാം, പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും സാത്താന്റെ ലോകം കണ്ടിട്ടുണ്ടോ? പിന്നെങ്ങനെയാ സ്പിരിച്വൽ ലോഡ്, യേശുവിന്റെ ലോകം കാണുന്നേ? പക്ഷെ വേദവചനം പറയാം, ആരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, യേശുവിനെ സ്വീകരിച്ചാൽ അന്ന് മുതൽ ആ ലോകം കാണാൻ പറ്റുമെന്ന. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ പിടിക്ക്, എന്നിട്ട് പറ, ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്കത് അനുഭവിക്കാൻ പറ്റും. ഓ, ദൈവരാജ്യ അനുഭവങ്ങൾ കാണുക, ദൈവരാജ്യ അനുഭവങ്ങൾ കാണുക. കമോൺ, എന്റെ കൂടെ ഇല്ല നിങ്ങള്? കാണണം. ദൈവരാജ്യം എന്നത് കാണാനും അനുഭവിക്കാനുമുള്ളതാണ്. കാണണം, കാണണം, കാണണം. ഉറക്കെ കാണണം, അനുഭവിക്കണം. കാണണം, അനുഭവിക്കണം. പക്ഷെ പിശാച് നമ്മളെ കളിപ്പിച്ചു. ഭയങ്കര സെൻസിറ്റീവ് ആയ സ്ഥലം പറയാൻ പോവാ. പിശാച് നമ്മളെ കളിപ്പിച്ചു. എന്നാന്നറിയോ? ഇവിടേക്ക് വരുമ്പോ നമ്മൾ പറയും, ഇവിടെ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗം ഉണ്ടാകും. എന്നെ പിശാച് കളിപ്പിച്ച എന്തുവാ? ഇവിടെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരാം, കഷ്ടത വരാം, വേദന വരാം, രോഗം വരാം, ദാരിദ്ര്യം വരാം. ഇവിടെ പഴയ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയാണോ അതിന് ശേഷം അതുപോലെ തന്നെ തുടരാം. പക്ഷെ സ്വർഗം കിട്ടും. എന്തുറപ്പ്? അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, എന്തുറപ്പ്? അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വ്യത്യാസം അറിയാനില്ല, പിന്നെ അങ്ങോട്ട് പോകുന്ന എന്തുറപ്പ്? പറ.
ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നെ കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ എന്നെ കൊല്ലം വരുമായിരിക്കും, എനിക്കത് വലിയ കാര്യമൊന്നുമില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ആടിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ പക്ഷേ വേദപുസ്തകം പറയുന്നത്, ആ രാജ്യത്തുനിന്ന് ഈ രാജ്യത്തിൽ വന്ന കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. കൂടെ ഉണ്ടെങ്കിൽ പറ. ചില ആളുകൾ പറയത്തില്ലേ, ആരോ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച പോലെ തോന്നുന്നു. അനുഭവിക്കുക. എൻ്റെ ബന്ധുവായ ഒരു പെങ്കൊച്ച് ദുബായിലുണ്ട്. അവള് പറയുക, അവളുടെ ശരീരത്തിൽ ആരോ വന്നിട്ട് ഇങ്ങനെ തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. വീണ്ടും പ്രാർത്ഥിക്കുക. ആള് വന്ന് വീണ്ടും തട്ടി. തിരിഞ്ഞു നോക്കി ആളെ കാണാനില്ല. വീണ്ടും തട്ടി. അവള് മേടിച്ചു പോയി. പക്ഷെ അതിന്റെ നടുവിൽ അവള് സൗഖ്യമായി. വേറെ ആള് പറയുക, കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിച്ചു പോയി കിടന്നു. ആരോ ഒരാള് കൈ കൊണ്ടങ്ങ് താങ്ങി എടുത്തു. ഏകദേശം 1 മണി വരെ ആരുടെയും മടി കിടന്ന് തുടങ്ങിയത്. എക്സ്പീരിയൻസ്. ഞാനിത് പറയുമ്പോ ചിലർ ഇന്ന് രാത്രിയിൽ അത് അനുഭവിക്കാൻ പോവാ, ചില ഈ പകൽ അത് അനുഭവിക്കാൻ പോവാ. Something is going on. ചിലര് പറയുന്നു, ബ്രദറെ എന്റെ ദേഹത്തൊരു വിറയിൽ വന്നു. ചിലര് പറയുന്നു ദേഹത്തൊരു ശക്തി വന്നു. അനുഭവിക്കാം. ഞാൻ സഭയോടൊരു ദൂത് പറയുക, ഈ പകൽ മുതൽ ചിലരെ ദൈവം അനുഭവങ്ങളിലേക്ക് കടത്തുകയാ. You are getting into another experience. Come on, come on, come on. യേശുവേ ഉറക്കെ വിളിക്കേ. ആമേൻ പറ. സങ്കടത്തോടെ ആണെങ്കിലും വിഷമത്തോടെ പറയട്ടെ, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അടുത്തിരിക്കുന്ന ആളോട് പറയാം, അനുഭവം ഇല്ലാത്ത ക്രിസ്ത്യാനി എനിക്ക് വിശ്വാസമില്ലെന്ന് പറ. അത്ഭുതമില്ലാത്ത ക്രിസ്ത്യാനിയെ വിശ്വാസമില്ല. കാരണം ഇതിനകത്തേക്ക് കയറിയ അനുഭവങ്ങൾ ഉണ്ടായേ ഒക്കത്തുള്ളൂ. ബി സീരിയസ്. നമ്മൾ ഏതിലേക്ക് വന്നേ ഒക്കുള്ളൂ? കാണാൻ കഴിയും എന്ന് പറഞ്ഞ അന്ന് മുതൽ എൻ്റെ ആകം കണ്ണ് കാണാൻ തുടങ്ങും, കാണാൻ തുടങ്ങും, കാണാൻ തുടങ്ങും. എഴുതിയിരിക്കുക, കാണാൻ തുടങ്ങും. അനുഭവിക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ആ വാക്യത്തിൽ 2 മിനിറ്റ് കൂടെ നിന്നോട്ടെ. യേശു പറയുക, ആരെങ്കിലും ജനിച്ചാൽ അവർക്ക് ദാനം കാണാൻ പറ്റും. കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണോ? എടേ, കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണോ? എന്തുകൊണ്ട് വേണ്ട സാർ? എന്തുകൊണ്ട് വേണ്ട? ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ അയാളെ കണ്ണ് തുറക്കുകയാണ്. ജോൺ ദാരു ബ്രദറിന്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് വേണ്ട. ആരെങ്കിലും യേശുവിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ സമയം അയാൾക്ക് ആ രാജ്യത്തിനകത്ത് കയറി ഈ രാജ്യത്ത് നടക്കണമെങ്കിൽ വേറെ കണ്ണു വേണം. ഭയങ്കരമല്ലേ? നമ്മൾ പറയുന്നത് എനിക്ക് വെളിപ്പാടില്ല, എനിക്ക് വിവരക്കേട് പറയാതെ നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടാ പിശാച് ഇത്രയും നാൾ കളിപ്പിച്ചേ. വേദവസം പറയുന്നത്, ന്യായപ്രമാണത്തിൽ നിന്ന്, കല്ലിൽ എഴുതിയ കൽപ്പനകളിൽ നിന്ന് ഞാൻ നീങ്ങിയിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മുകളിൽ കിടക്കുന്ന വെയിൽ എന്ത് പറയാൻ പോവാ, എന്ത് പറയുന്നേ, മൂടുപടം നീങ്ങി പോകും. അടുത്തിരിക്കുന്ന ആളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തിട്ട് പറ, മോളെ നിന്റെ മുകളിലുള്ള എല്ലാ മൂടുപടവും നീങ്ങി, ഇനി ഒന്നും കാണാതിരിക്കത്തില്ല, സകലരും കാണാം. കണ്ണിന്റെ മുകളിലുള്ള മൂടുപടം നീങ്ങി, കണ്ണിന്റെ മുകളിലുള്ള മൂടുപടം നീങ്ങി. When I enter to the kingdom, ഈ ആദാമിന് ഹവ്വയ്ക്കും ആകത്തൊരു കണ്ണുണ്ടായിരുന്നു. ഈ സാധനം കാണാൻ ഉപയോഗിച്ചിരുന്നതല്ല, അതൊരു വിൻഡോ ആയിരുന്നു, ജനലയായിരുന്നു. ഇതിലൂടെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് കട്ട് ചെയ്യാം, അടുത്ത ആഴ്ച പറയാം, കുറച്ച് നേരം എടുത്ത് പറയാം. പോരെ? പുള്ളിക്ക് 2 പേർക്കും കണ്ണുണ്ടായിരുന്നു, പക്ഷെ കണ്ണുകൊണ്ടിരുന്ന ഏതിലെയാ?
ഇതിൽ നിന്ന് സ്പിരിറ്റാ കണ്ടുകൊണ്ടിരുന്നത്. ഈ സാധനം ചത്തതോടുകൂടി കണ്ണ് കാണാൻ തുടങ്ങി. കിങ്ഡത്തിലേക്ക് വരുമ്പോ കണ്ണിന്റെ ബലം കഴിഞ്ഞു, ആകം കാണാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. എന്തൊക്കെയോ ഇദ്ദേഹം പറയുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും ഇവിടെ കാണും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തതിലേക്ക് തിരിച്ചു വരാം. ഒന്ന് കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി. ജിജോ ഒന്നും കൂടെ പോയാനോളെ. പിശാചിന്റെ പിടിയിലായിരുന്നു ആര്? ഈ ആള്. വന്നേ, ദൈവത്തിലേക്ക് വന്നപ്പോ ഈ രാജ്യത്തിലെ സകലതും ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് ഉറക്കെ പറ, ദൈവരാജ്യത്തിലെ സകല അനുഭവങ്ങളും ഞാൻ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ പറ. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, ഞാൻ ഇതിനകത്താണ്, എനിക്കുള്ളതാണ്, ഞാൻ ഈ രാജ്യത്തിനകത്താണ്. കാണുക, കേൾക്കുക, അനുഭവിക്കുക. കാണുക, കേൾക്കുക, അനുഭവിക്കുക. നിനക്ക് ദർശന വരം വേണം കേട്ടോ. ഇതിനകത്ത് കയറിയാലേ ദർശനമാ. ആമേൻ. നിനക്ക് പ്രവചന വരം വേണം കേട്ടോ. ഇതിനകത്ത് കയറിയാലേ അതാ. ആമേൻ. പ്രവചനത്തിന്റെ കുറച്ചും കൂടെ ആഴമേറിയ അനുഭവങ്ങളുണ്ട്, പക്ഷേ എല്ലാവർക്കും കാണാം, കേൾക്കാം. ഞാനൊരു പടിയും കൂടെ കയറിക്കോട്ടെ, നിങ്ങൾ എൻ്റെ ഒപ്പം എന്തോ യേശു. അപ്പൊ നിക്കോദീമോസിന് ഇത് മനസ്സിലായില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, വീണ്ടും ജനിച്ച സ്വർഗരാജ്യം കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്തില്ല? പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളി ചോദിച്ചു, ഇനി അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കാൻ പറ്റുമോ? പുള്ളി ചോദിച്ച ചോദ്യമോ? അപ്പൊ യേശു എന്നെ മറുപടി പറഞ്ഞെന്നറിയോ? യേശു അതിന് പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം. വെള്ളത്താൽ ജനിക്കുക, സ്നാനപ്പെടുകയാ. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് വേഗം ചെയ്യാം. സ്നാനപ്പെടുകയും അടുത്ത വാക്ക് ആത്മാവിനാൽ ജനിക്കും കൂടെ ചെയ്യണം. ഭയങ്കര ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന ആളോട് ചെവിയിലോട്ടൊന്ന് പിടിച്ച് ഒരു ഭയങ്കര ഒരു കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് പറ എന്ന് പറഞ്ഞ ഇയാളുടെ ആത്മാവ് ജനിക്കണം. എങ്കിലേ ഈ രാജ്യത്തിനകത്തേക്ക് വരാനും പറ്റത്തുള്ളൂ, ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അടുത്ത പുറകോട്ട് പോയിരുന്നേ, ഒന്ന് ശ്രദ്ധിക്കൂ. ഇയാൾ എന്തു കുറിച്ച് കേട്ടു? യേശുവിനെ കുറിച്ച് കേട്ടു, ഒരു ഫലമില്ല. യേശു വിടുവിക്കുമെന്ന് അറിഞ്ഞു, ഫലമില്ല. ചിലപ്പോ ഇവിടെ വെച്ച്, പുറത്ത് വെച്ച്, ദൈവരാജ്യത്തിന്റെ പുറത്ത് വെച്ച് ഇയാൾക്ക് സൗഖ്യം കിട്ടാം. നിങ്ങൾ എന്താ ആമേൻ പറയാത്തെ? അതിനകത്ത്, അതുകൊണ്ട് ഇതിനകത്ത് വരണ്ട, പുറത്തു നിന്നാലും സൗഖ്യം കിട്ടാം. നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ പോകാം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിനെ തന്നെ ആരാധിക്കാം. ഇവിടെ വെച്ച് സൗഖ്യം കിട്ടാം. അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കൽ അവിടെ പോയതാ, സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പോവാറുണ്ടോ? ഇല്ല. പക്ഷെ വീണ്ടും ജനിക്കുക, ആത്മാവിൽ ജനിക്കുന്നയാൾ അകത്തു വരികയാ. ഇയാൾക്ക് ഒരു അനുഭവം അല്ല, ദൈവരാജ്യത്തിലുള്ള സകല അനുഗ്രഹങ്ങളും അയാൾ അനുഭവിച്ചേ പറ്റൂ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഇയാൾ എന്താ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ? ഏതെങ്കിലും ഒരു അനുഭവം അല്ല. ജസ്റ്റിനെ പറഞ്ഞേ, ഏതെങ്കിലും. സകലതും എനിക്കുള്ളത്. ഉറക്കെ പറയുന്നില്ല, ബൈബിളാ പറയുന്നേ. സകലതും എനിക്കുള്ളത്. ഉറക്കെ പറ, സകലതും എനിക്കുള്ളത്. പറ, നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നു? ഒരു സൗഖ്യമല്ല, ഒരു വിടുതലല്ല, സമ്പത്തല്ല, ആരോഗ്യമല്ല, ആനന്ദമല്ല, വിജയമല്ല, സക്സസ് അല്ല, ഇതൊന്നുമല്ല, എല്ലാം എനിക്കുള്ളതാ. എവിടെ വന്നാലും അതുള്ളതാ. ഇൻ ദ കിങ്ഡം, ആത്മലോകത്തിലേക്ക് വരണം. അതിന് വേദപുസ്തകം വെച്ചൊരു വ്യവസ്ഥ വെച്ചു. ഇതിനകത്തു നിന്ന്
ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കണം. ഇതിനകത്ത് നിന്ന് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു വിസ സ്റ്റാമ്പ് ചെയ്യണം. അത് ഇയാളുടെ നെറ്റിയിലാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആത്മാവികളെ നെറ്റി മുദ്രയിടും. മുദ്രയിട്ടാൽ ഇതിനകത്തേക്ക് കയറാം. പിന്നീട് ഇയാൾ ഈ രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. When you enter with the seal of God, from that day you are the citizen of the heaven. Come on, come on, come on, come on, come on. You are the citizen. Gina leyam de la casa leyam de la ba. അപ്പൊ എനിക്ക് ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ കട്ടിയല്ലല്ലോ, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നില്ലേ? ഇതിങ്ങനെ പറയാൻ ഒക്കത്തില്ല, ഇത് കൂടുതൽ വെള്ളം ചേർക്കാൻ ഒക്കത്തില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, കർത്താവേ അതിനെന്തിന് ആത്മാവിന്റെ അനുഭവം ഇയാൾക്ക്? അല്ലാതെ ഇയാളെ ഇതിനകത്ത് കൊണ്ടുവന്നൂടെ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ഇയാൾക്ക് എന്തിനാ ആത്മാവിന്റെ അനുഭവം? അല്ലാതെ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ചോദിക്കേ, എന്തിനാ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് ഇയാൾ ഈ അകത്ത് വരാൻ? ഇന്ന് പകൽ ഞാൻ മീറ്റിംഗ് കഴിയണൊക്കെ അവസാനിക്കണൊക്കെ മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അതായിട്ട് മാത്രമേ ഇതിനകത്ത് കയറാനൊക്കത്തുള്ളൂ. ചോദ്യം, എന്തിനാ ഈ ആത്മാവിന്റെ അനുഭവം? ദൈവജനം പറയുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കുന്ന, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ നിറച്ചിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിക്കാം. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം. ഞാൻ ആ വാക്യം വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന. ഇവിടെ അത് നടക്കത്തുള്ളൂ. ഇത് മനോഹരമായ സ്ഥലം. ഇയാൾ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ട, ആത്മാവിനാൽ നിറഞ്ഞാൽ ഇയാൾ രാജ്യത്തിലേക്ക് വന്നു. ഇവിടെ എന്തുണ്ട്? സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഉണ്ട്. വെയിറ്റ്, അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അതിനെന്തിനാ ആത്മീയ അനുഭവം? ആത്മീയ അനുഭവമുള്ള ആൾക്ക് എന്താ? ആത്മീയ അനുഭവം ഉണ്ടായിട്ട് മാത്രമേ ഇതിനകത്ത് കയറത്തുള്ളൂ എന്ന് പറയേണ്ട കാരണം എന്താ? ആത്മാവിനാൽ മാത്രമേ ഇതിനകത്ത് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? കാരണം പറയാം. ദൈവത്തിനെ ഭയങ്കര ബോംബ് പറയാൻ പോവാ, ശ്രദ്ധിച്ചോണം. ദൈവത്തിന് എന്ത് കാര്യം കൊടുക്കണമെങ്കിലും ഭൗതിക ലോകത്തിന് കൊടുക്കാൻ ഒക്കത്തില്ല, ആത്മലോകത്തിനെ കൊടുക്കാൻ ഒക്കത്തുള്ളൂ. ഡീഡി തരാൻ തോന്നുന്നു എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ പുറത്തിറങ്ങിന്നേ. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ജോയിനെ. കർത്താവിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് എന്ത് ചെയ്യും? കൊടുക്കാം. പക്ഷേ സ്വർഗത്തിന് ഡയറക്റ്റ് തൻ്റെ മോൾക്ക് കൊടുക്കണമെങ്കിൽ അവള് ആത്മാവിലാകണം. എങ്കിൽ മാത്രമേ ആത്മാവാകുന്ന ദൈവത്തിന് ആത്മാവിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഇതെങ്ങനെ ഒന്ന് വെള്ളം ചേർക്കും? മനസ്സിലായോ എല്ലാവർക്കും? ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ഉദാഹരണം പറയാം. നമ്മൾ മീന് ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ലേ? വീട്ടിൽ മീൻ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? മീന് ഭക്ഷണം കൊടുക്കും. അതെങ്ങനെയാ മീൻ ഭക്ഷണം കൊടുക്കുന്നത്? വെള്ളത്തിലിട്ടാ കൊടുക്കുന്നത്, കരയിലിട്ട് കൊടുക്കാത്ത എന്താ? അപ്പൊ നിങ്ങൾ പറയും, എന്ത് വിവരക്കേടാ പറയുന്നത് പറയത്തില്ലേ? കരയിട്ട് കൊടുത്ത മീൻ എങ്ങനെയാ അകത്ത് കരയൊന്ന് തിന്നുന്നത്? ഇനി വേണ്ട, എൻ്റെ വീട്ടിൽ നായ്ക്കളുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ കൊച്ചൊരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കും. നായ വന്ന് കുത്തിട്ട് പോവും. അതെന്താ തിന്നാത്തെ? നായ്ക്ക് വെള്ളത്തിലിറങ്ങി തിന്നാൻ അറിയത്തില്ല. ദൈവം ആത്മാവാണ്. ആരെങ്കിലും ആത്മാവിലായാലേ ഇത് അങ്ങോട്ട് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. ഈ ലോകത്തിലെ ട്രാൻസ്ഫർ നടക്കത്തുള്ളെന്നാ. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും സിമ്പിളാക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും, അത് പറയുമ്പോൾ ചിലർ ചോദിക്കും, അത് നിത്യത മാത്രമല്ലേ? Prosperity is a blessing.
Divine health is a blessing. Joy is a blessing. Strength is a blessing. Success is a blessing. Victory is a blessing. Also eternal life is a blessing. ഈ എല്ലാ അനുഗ്രഹവും ആളുകൾ പറയും ജോൺ ഡാരി ബ്രദർ മൊത്തം അനുഗ്രഹം പ്രസംഗിക്കുന്നത്. ആണടെ പോയി, കാരണം എല്ലാ അനുഗ്രഹവും. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ജോയ് കൊടുക്കണം ദൈവത്തിന്. അവന്റെ സാന്നിധ്യം എവിടെ ഉണ്ടോ, ഫുൾനെസ് ഓഫ് ജോയ്. Where is his presence, there will be his joy. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിപൂർണത എവിടെ ഉണ്ടോ അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? Lord was with Joseph, so he was a successful man. അപ്പൊ സക്സസ് എവിടെ ഉണ്ടായേ? ദൈവം കൂടെ ഉണ്ടായോണ്ടോ? ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നു ഈ ലോകത്തെ ജയിക്കുന്നത്? അപ്പൊ വിക്ടേഴ്സ് ആരാ? ദൈവരാജ്യത്തിലുള്ളവരാ. എന്താ കൈയടിക്കാത്തെ? ഈ രാജ്യത്തിൽ പ്രശ്നം ഇതാണ്. ആളുകൾ പലപ്പോഴും ഇവിടെ നിന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നത്. ദൈവം നിസ്സഹായനായിട്ട് ഒരേടാ ചെറുക്ക ഇങ്ങോട്ട് പോ, ഇവിടെ വാ, ഇങ്ങോട്ട് കയറ്, നീ അവിടെ നിൽക്ക. അപ്പൊ പറയും എനിക്ക് ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, കുഴിച്ചിടാൻ സ്ഥലമില്ല, ആകെ പ്രശ്നമാണ് ബ്രദറെ, അവിടെ തരാമെങ്കിൽ തരാം. അല്ല അവിടെ അല്ലടാ ഇവിടെ വാടാ, പറ്റത്തില്ല. കർത്താവ് പറയും മോനെ നീ സ്നാനപ്പെട്ടിട്ട് വീണ്ടും ഒന്ന് ജനിച്ചാൽ എനിക്ക് എന്തു വേണമെങ്കിൽ തരാടാ നിനക്ക്. ഒപ്പത്തിയവർക്ക് ഒരു നല്ല ഹല്ലേലൂയ പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? എന്നാൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പുറത്ത് നിന്നിട്ട് പറയും കർത്താവേ തരണേ. കർത്താവിന് ഇത് മനസ്സിലാകാൻ, രുചി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇവന് മനസ്സിലായി ദൈവം ഉണ്ടെന്ന്, പക്ഷെ അകത്ത് കയറത്തില്ല. അകത്ത് കയറാൻ ശൗക്കുഴി വേണം. പറ, പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുമോ ആവോ, സർട്ടിഫിക്കറ്റ് കിട്ടുമോ ആവോ, ഇവിടെ വന്ന സകലതും കിട്ടും, പക്ഷെ അവിടുന്ന് കയറണം. Are you following? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ചില ആളുകൾ യുഗം മെറ്റീരിയൽ ബ്ലെസ്സിങ് നോക്ക. ദൈവം ആത്മാവാണ്. സ്പിരിറ്റ് ആത്മാഗോളത്തിൽ നിന്നാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ് കൂടെ വരുന്നത്. കൈ അടിക്കുന്നത് കണ്ട വേറെ എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തോന്നും. ഒരു നല്ല ആമേൻ പറ. അപ്പൊ മെറ്റീരിയലായ ബ്ലെസ്സിങ് എവിടുന്ന വരുന്നത്? പുറത്ത് നിൽക്കുമ്പോഴല്ല. ആളുകൾ പറഞ്ഞ് കർത്താവിലേക്ക് വരണ്ട, കുറച്ച് തരികടയൊക്കെ ചെയ്താലേ കാശുണ്ടാകത്തുള്ളൂ. അല്ല, ഇതിനകത്ത് കയറിയാൽ ജെനുവൻ മണി വരാൻ തുടങ്ങും, സമ്പത്ത് വരാൻ തുടങ്ങും, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്മ വരാൻ തുടങ്ങും, ഉയർച്ച വരാൻ തുടങ്ങും, സമ്പത്ത് വരാൻ തുടങ്ങും. Come on, come on. എന്റെ കൂടെ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയാ, all things are spiritual. ഒന്നും കൂടെ പറയാം, all things are spiritual. Even the material things are spiritual. So if you want the material things, it is also from the spiritual world. നിനക്ക് മെറ്റീരിയൽ ആയ എന്ത് വേണമെങ്കിൽ പോലും അത് എവിടുന്ന് വന്നേ ഒക്കത്തുള്ളൂ? ആത്മലോകത്തിൽ നിന്ന് വന്നേ ഒക്കത്തുള്ളൂ, ആത്മഗോളത്തിൽ നിന്ന് വന്നേ ഒക്കത്തുള്ളൂ. ചിലര് പറയും ആത്മലോകത്തിന് മെറ്റീരിയൽ ആയ തിങ്സ് വരുമോ? നോക്ക, കടലിൽ നിന്ന് വന്നു, അപ്പം ആകാശത്തു നിന്ന് വന്നു, വെള്ളം പാറയിൽ നിന്ന് വന്നു. അനങ്ങാത്ത എന്താ? അടുത്തിരിക്കുന്നവരോട് പറ, കടലിൽ നിന്ന് വന്നു. കടലിൽ പോയ മീനെ കിട്ടത്തുള്ളൂ. കടലിൽ നിന്ന് വന്നു. മന്ന ആകാശത്തു നിന്ന് വന്നു. വെള്ളം പാറയിൽ നിന്ന് വന്നു. സ്പിരിച്വൽ ലോകത്തിലേക്ക് വന്ന സകലതും സപ്ലൈ ഉണ്ട്. ഒരാളോടും കൂടെ കൈ കൊടുത്തിട്ട് പറ, കടലിൽ നിന്ന് വന്നു.
മന്ന എവിടുന്ന് വന്നു? ആകാശത്ത് നിന്ന് വന്നു. വേറെ ആളോട് പറ, പൈസ മീന്റെ വായിന്ന് വന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, പൈസ മീന്റെ വായിന്ന് വന്നു. അതുകൊണ്ട് മീന് പോലും കാശ് കൊണ്ട് തരാൻ പറ്റും. അയ്യാ, യേശുവേ ഇവർക്ക് മാനസാന്തരം കൊടുക്കണേ. അടുത്തിരിക്കുന്നവരോട് പൈസ നീ വാ തുറന്നാൽ പോലും, നീ ഇന്ന് മേടിച്ചിരിക്കുന്ന അടുക്കളയിലേക്ക് മേടിച്ചിരിക്കുന്ന ചൂര വാ തുറന്നു നോക്കുമ്പോ ഒരു വലിയ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് വായില്. ഒന്ന് കൈ അടിച്ചു രാമയൻ പറ. അതുകൊണ്ടാ ജപ്തി ആണെങ്കിലും നല്ല മീൻകറി എല്ലാം പറ്റിച്ച് മീന്റെ വഴിയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് വന്നാലും ഐ ആം ജോക്കിംഗ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ മണി ഉണ്ടാകാൻ പോകുന്നു. മിറക്കിൾ മണി, മിറക്കിൾ പ്രൊവിഷൻ, മിറക്കിൾ മണി, മിറക്കിൾ മണി. എന്റെ മോൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുന്നിട്ട് $150 അവന്റെ അക്കൗണ്ടിൽ വന്നു. ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആരയച്ചെന്നൊരു പിടിയില്ല. സത്യമായിട്ട് അറിയത്തില്ല. കാരണം ഞാൻ ആർക്കും ഇന്ത്യയിലെ നമ്പർ കൊടുത്തിട്ടില്ല. അവന്റെ എനിക്ക് മാത്രം എൻ്റെ ഭാര്യയ്ക്കും അറിയാം അക്കൗണ്ട് നമ്പർ, വേറെ ആർക്കും അറിയത്തില്ല. $150 അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ സാധാരണ എവിടുന്ന് അയച്ചതെന്ന് ആരയച്ചെന്ന് വരും. അതിനകത്ത് ആരയച്ചെന്നുമില്ല, പ്രൈവറ്റ് ആയി കിടക്കുക. എന്നാലും പറഞ്ഞു ഇങ്ങനെ പ്രൈവറ്റ് ആയ പലരും വന്നായിരുന്നെങ്കിൽ. ഇത് എങ്ങനെ അക്കൗണ്ട് നമ്പർ കിട്ടിയെന്ന് എനിക്ക് പിടിയിട്ടത്. അത് പുതിയ അക്കൗണ്ട് നമ്പറാണ്. സത്യമാണ് ഞാൻ പറയുന്നത്, സീരിയസ്ലി പറയുമോ. ഞാൻ അപ്പുറത്ത് പോയിട്ട് പറയാം മിറക്കിൾ മണി കിട്ടിയെന്ന്. അവർ കുറച്ചും കൂടെ മാന്യമായിട്ട് കൈയടിക്കും. നിങ്ങളുടെ പേഴ്സുകളിൽ ദൈവം നന്മകൾ തരട്ടെ. നിങ്ങളുടെ അക്കൗണ്ടുകൾ നിറയട്ടെ. അല്ലെങ്കിൽ ജോസഫിന്റെ കാലഘട്ടം പോലെ സഭകളിൽ, ജോസഫിന്റെ കാലഘട്ടം പോലെ സഭകൾ പാണ്ഡികശാലകൾ തുറക്കട്ടെ. ഫീഡ് ചെയ്യുന്ന വിധത്തിൽ ദൈവം നന്മകൾ ഒരുക്കട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സത്യത്തിൽ ഞാൻ മെയിൻ പോയിന്റിലേക്ക് എത്തുക. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തണേ. ഒരിക്കൽ കൂടെ പോയേ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഇയാൾ ആരുടെ കയ്യിലായിരുന്നു? ഇയാളെ ഏതിലേക്ക് കൊണ്ടുവന്നു? ഈ ജെറമിയയുടെ പുസ്തകം 31 അധ്യായം 11 വാക്യം ഒന്ന് വായിക്കാം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. എന്നാ അവനേക്കാൾ? ഈ കാര്യം യേശു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? യേശു പറഞ്ഞറിയാവോ? ബലവാൻ ആയുധവർഗം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടിയിരിക്കുന്നു. അവനിലും ബലവാനായവൻ അവന് ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധവർഗം പിടിച്ചു വരച്ച് കൊള്ള പങ്കുവെക്കുന്നു. ഒന്നുകൂടെ പോണം. ഇത് ബലവാന്റെ കയ്യിലായിരുന്നു. ഒന്ന് പിടിച്ചേ. ഇവൾ ആരുടെ കയ്യിലായിരുന്നു? ബലവാന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഇപ്പൊ ദൈവരാജ്യത്തിനകത്തേക്ക് വന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് കണ്ടേ. ഞാനിപ്പോ എവിടേക്ക് വന്നു എന്ന് കണ്ടേ പറ. ഇവിടേക്ക് വന്നാലുള്ള പ്രത്യേകത വേദപുസ്തകം പറയുന്നത് ഞാനൊന്ന് പറയാവേ. അതാണ് പുതിയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞത് കൊള്ള പങ്കിട്ടു എന്ന്. അവർ വന്ന് സിയോൻ മലയിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ഇതിനകത്ത് കേറുമ്പോഴേ ഡാൻസാ. ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാ കിടന്ന് ചാടുന്നതെന്നാ. കാരണം ഇതിനകത്ത് കയറിയ ഡാൻസാ. അടുത്തതാ, സിയോൻ മലയിൽ കയറി വന്ന് ഘോഷിച്ചുല്ലസിക്കും. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കട്ടെ ഞാനേ. അടുത്തത് ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ, ഇതെന്താന്ന് പോലും പിടികിട്ടി കാണത്തില്ല ആർക്കും, എന്നിങ്ങനെയുള്ളവ യഹോവയുടെ നന്മയിലേക്ക് ഓടി വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ധാന്യവും വീഞ്ഞും എണ്ണയും
കാളയും എന്ന് പറഞ്ഞ സമ്പത്ത് നിന്റെ വീട്ടിലേക്ക് ഓടിക്കയറാൻ തുടങ്ങുന്ന ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് മാർച്ച് ഏപ്രിൽ മാസത്തെ ദൂത. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചില വീട്ടിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, ചിലരുടെ വീട്ടിലേക്ക് നന്മ ഓടിക്കേറും. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? കാള കുഞ്ഞാടുകളൊക്കെ എന്ന് പറയുന്നത് എന്തോ അന്നത്തെ ധനത്തെയാണ് എന്ത് കാണിക്കുന്നത്? കാള, ധാന്യം, വീഞ്ഞ്, എണ്ണ, അതൊക്കെയായിരുന്നു അന്ന് എക്സ്ചേഞ്ച് സാധനങ്ങൾ. അന്നത്തെ വാല്യുബിൾ ആയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഡോളർ, ദറംസ്, കുവൈറ്റ് ദിനാറ്. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? യൂറോ, ഇതെല്ലാം നിന്റെ വീട്ടിലേക്ക് കയറുമെന്നോ? ഞാൻ യൂറോയുടെ കണക്ക് പറയുമല്ല, ഇത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പറയുമോ? അടുത്ത വാചകം ഒന്ന് വായിക്കട്ടെ. ഇനി ഇംഗ്ലീഷ് ബൈബിളിലെ വാചകം ഒന്ന് വായിക്കാം. They will come and sing aloud and shout for joy on the height of the Zion. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിക്കണേ. And will be radiant. മലയാളത്തിലില്ല എന്ന് പറഞ്ഞ റേഡിയന്റ് എന്ന് പറഞ്ഞ അവരങ്ങ് തിളങ്ങാൻ തുടങ്ങുമെന്ന്. മലയാളത്തിൽ ആരോ കൊണ്ട് വിഴുങ്ങിയത്. Do you believe you are going to be radiant? നടക്കുമ്പോ പ്രകാശം നടക്കുന്ന പോലെ ഇരിക്കുമെന്ന്. നീ അങ്ങ് തിളങ്ങാൻ പോവാന്ന്. ഈ രാജ്യത്തിനകത്ത് കയറിയ you will start to do radiant. അടുത്ത വാചകം നന്മയിലേക്ക് ഓടി വരുന്നു പറഞ്ഞിട്ട് അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയും. നിങ്ങളുടെ പ്രാണൻ എങ്ങനെയാവുന്ന? നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാവുന്നു എന്ന് പറഞ്ഞ എല്ലാ ആത്മീയ വരൾച്ചയും മാറിയിട്ട് നിങ്ങൾ ആത്മീയമായി പുഷ്ടി പ്രാപിക്കാൻ തുടങ്ങുന്ന. ഇൻ ദിസ് കിങ്ഡം, ഈ രാജ്യത്തിനകത്ത് നനവില്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. ഔട്ട്സൈഡ് ദ കിങ്ഡം നിനക്ക് എങ്ങനെയോ ഇരിക്കാം, പക്ഷെ ഇൻ ദിസ് കിങ്ഡം ഒരാൾക്ക് നനവില്ലാതിരിക്കാൻ ഒക്കത്തില്ല. നനവുള്ള തോട്ടം, എന്തിട്ടാലും മുളയ്ക്കുന്ന തോട്ടം, എന്ത് ചെയ്യാലും ഫലം തരുന്ന തോട്ടം, അതായി നീ മാറാൻ പോവാന്നോ? കമാൺ, ഒന്ന് തുള്ളിച്ചാടി ഒരു ആമേൻ പറ. അടുത്ത വാചകം മനോഹരമാ കേട്ടോ. അടുത്ത വാചകം മനോഹരമാ. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാ. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. ഞാനിതിൻ്റെ മലയാളം വായിച്ചാൽ എനിക്ക് സുഖം വരുന്നില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. അത് മനോഹരമാണ്. ഐ വിൽ ഫുള്ളി സാറ്റിസ്ഫൈ ദ സോൾ ഓഫ് ദ പ്രീസ്റ്റ് വിത്ത് അബൻഡൻസ്. എൻ്റെ കാര്യം ഭയങ്കരമായിരിക്കും. നിങ്ങളുടെ കാര്യം, ഈ പുരോഹിതന്മാരെന്ന് പറഞ്ഞാലേ ഞങ്ങളെയാ കാണുന്നേ, പക്ഷെ നിങ്ങളും ഞാനും രാജകീയ പുരോഹിത. ഒപ്പത്തിയൊരുന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. You are going to be radiant and will be radiant. You will be radiant. തിളക്കം, ശോഭ, പ്രകാശം. തിളക്കം, ശോഭ, പ്രകാശം. നന്മ വീട്ടിനകത്ത് ഓടിക്കയറും. നന്മ വീട്ടിനകത്തേക്ക് ഓടിക്കയറും. ചർച്ചിനകത്തേക്ക് നന്മ ഓടിക്കയറും. തിരുവനന്തപുരത്തിൽ ലാൻഡ്, പട്ടണങ്ങളിൽ ലാൻഡ്, സഭയ്ക്കകത്തേക്ക് നന്മ ഓടിക്കയറുക. വീട്ടിനകത്തേക്ക് നന്മ ഓടിക്കയറുക. തുള്ളി ചാടി ആമീൻ പറയുന്നൊരു ആമീൻ പറ. This is your day. This is your time. This is my season. ഇതെന്റെ സമയോ, ഇതെന്റെ സമയോ.
എൻ്റെ പുരോഹിതന്മാർ അവരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എൻ്റെ ജനം നന്മ കൊണ്ടങ്ങ് തൃപ്തരാകുമെന്ന്. ഇത് യഹോവയുടെ അരുളപ്പാടാ. നന്മ കൊണ്ടങ്ങ് തൃപ്തനാകുക. അടുത്ത വർഷം പോകുന്നതിനേക്കാൾ മുമ്പ് മുഴുവൻ ഫീസും അടയട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഇനി അവര് താമസിക്കുകയാണെങ്കിൽ ഒരു വീട് അവിടെ മേടിച്ച് അങ്ങോട്ടും കൂടെ ഇടയ്ക്ക് പോയി വരുന്നത് നല്ലതല്ലേ? ഒരു വീട് അവിടെയും കൂടെ വരട്ടെ, എന്താ കുഴപ്പം? നമുക്കൊരു പൈസ ചെലവില്ല, ഫ്രീ ആയി വരുന്ന മുഴുവനും. നമ്മൾ വിശ്വാസം പറഞ്ഞാൽ മതി, സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. Are you following me? ദൈവരാജ്യത്തിനകത്ത് കയറിയാലുള്ള കാര്യമാണ്. ബലവാന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ വിടുവിച്ചാൽ ഇതൊക്കെ നടന്നേ ഒക്കത്തുള്ളൂ. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ബലവാന്റെ കയ്യിൽ നിന്ന് യാക്കോബിനെ വിടുവിച്ചാൽ ഇതൊക്കെ നടന്നേ ഒക്കത്തുള്ളൂ. പറ പറ പറ. ശിരയാധല. നിങ്ങൾ ആരെങ്കിലും പറയുന്നോ ബലവാന്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടെന്ന്? എങ്കിൽ പറ, ഇതൊക്കെ എന്റെയാ, ഇതൊക്കെ എനിക്കുള്ളതാ. കമാൺ, വിശ്വാസത്തോടെ ആർത്ത് വിളിച്ചോണ്ട് പറ, ഇത് എനിക്കുള്ളതാ, ഇത് എന്റെ സീസണാ. അനിവാശിയിൽ തുള്ളിച്ചാടി ആരാധിക്ക്, അനിവാശിയിൽ തുള്ളിച്ചാടി ആരാധിക്ക്. യേശുവേ എന്ന് വിളിക്ക്. യേശുവിന്റെ നന്മകൾ അനുഭവിക്ക്. ദൈവത്തിന്റെ നന്മകളും ഉയർച്ചകളും അനുഭവിക്ക്. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ഈ രാജ്യത്തിനകത്തേക്ക് വരുമ്പോ സി ആണ് ആദ്യം, എക്സ്പീരിയൻസ് ആണ് രണ്ടാമത്. പക്ഷെ നമ്മളെന്താ എന്ത് ചെയ്തെന്നറിയോ? സിയും എക്സ്പീരിയൻസും വിറ്റു. വിശ്വാസമാണ് പറയുന്നത്. വിശ്വാസം അതിനകത്ത് പ്രവർത്തിക്കുന്നേ, പക്ഷെ സിയും എക്സ്പീരിയൻസും അതിനകത്ത് ഉള്ളതാ. സി ഇല്ല, കാണുക ഇതില്ല, എക്സ്പീരിയൻസ് ചെയ്യുക അതുമില്ല. വിശ്വസിക്കുന്നുണ്ട് ഞാൻ. വിശ്വസിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ആ കാണുന്നതാണ് വെളിപ്പാടുകൾ, ദർശനങ്ങൾ. ഏത് വശത്തുനിന്നാ കുഞ്ഞാട് വരുന്നേ? ഏത് വശത്തുനിന്നാ ധ്യാനം വരാൻ പോകുന്നേ? ഏത് വശത്തുനിന്നാ എണ്ണ വരാൻ പോകുന്നേ? എങ്ങനെയാ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നത്? എങ്ങനെയാ ഞാൻ നനഞ്ഞ തോട്ടം പോലെ ആകുന്നത്? പുഷ്ടി ഏത് ഭാഗത്തുനിന്നാ വരുന്നേ? കൈ അടിക്ക്, ആമേൻ പറ. You has to listen. You have to hear. അത് കേൾക്കണം. എവിടാ, എങ്ങനാ, എപ്പോഴാ, ഏത് വഴിക്കാ? സി പറ, സി. അടുത്തിരിക്കുന്ന 2-3 ആളുടെ കൈ കൊടുത്തിട്ട് പറ, സി. അടുത്തിരിക്കുന്ന ആൾ വേറൊരാളോട് പറ, എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ. നമുക്കൊരു തുളിര് വന്നു, അല്ലല്ല നീ ദൈവരാജ്യത്തിലകത്താണെന്ന് മനസ്സിലാക്കി തരുവാ ഈ കുളിര്. ഒരു തണുപ്പ് വന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് പുഴുകി ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഓംപ്ലേറ്റ് വേണേൽ കറക്റ്റായിട്ട് കിട്ടും. ആ പരുവത്തില്ല അതിനകത്ത് ചൂട്. പക്ഷെ നമ്മൾ ഇതിനകത്തിരുന്ന് ആനന്ദിക്കുവാ. AC മുറിയിലല്ലാതെ വേറെ മുറി ഇരിക്കാത്ത ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അറിഞ്ഞുകൂടാത്ത ആളുകൾ. പക്ഷെ പറയുന്നു ഇതിനകത്ത് ഭയങ്കര സുഖമാണ്. ആ സുഖത്തിന്റെ പേര് ഞാൻ വിളിക്കും കർത്താവ് തന്നതാണ്. കർത്താവിന്റെ അനുഭവമാണ് അത്. ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വഴി ചോദിച്ചു ഒരു മിനിറ്റ്. പറ, എനിക്ക് രാജ്യത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് എനിക്ക് വരണം. പറ, രാജ്യത്തെ കാണണം. ബിക്കോസ് ഐ ആം ഇൻ ദ കിങ്ഡം. എനിക്ക് മനസ്സിലായി കർത്താവേ, ഈ രാജ്യത്തിൽ കയറുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് കാണാൻ തുടങ്ങുക. പക്ഷെ എനിക്ക് കാണാനില്ല, എനിക്ക് കാണാൻ കഴിയുമെന്ന് അറിയത്തില്ലായിരുന്നു.
പക്ഷെ കർത്താവ് ഇപ്പോൾ അറിയാം, ഈ രാജ്യത്തിനകത്ത് കയറിയാലേ കാണാൻ കഴിയും. കയറുന്നതേ കാണാൻ വേണ്ടിയാ. സൗരങ്ങളെ, ആത്മഗോളം ഈ കാണുന്ന ലോകം പോലെ തന്നെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ കണ്ണ് തുറക്കുമ്പോൾ ഇത്രയും ആളുകളെ നിങ്ങൾക്ക് കാണാമെങ്കിൽ നിങ്ങളുടെ കണ്ണടച്ചാൽ വേറൊരു കൂട്ടം ആളുകളെ കാണാം. ഈ കണ്ണ് തുറക്കുമ്പോൾ പുറത്തുള്ള കെട്ടിടങ്ങളാണ് കാണുന്നതെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ വേറെ ചില കെട്ടിടങ്ങൾ കാണാം. സീരിയസ്ലി, സ്വർഗീയമായത് കാണാൻ തുടങ്ങിയാൽ ഈ ചപ്പി അവർണൊന്നൊരു വിലയും കൊടുക്കത്തില്ല. ആത്മഗോളം യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം സാധാരണത്തിൽ നിന്ന് ഉയർന്നു വരും. താങ്ക് യു ജീസസ്. കർത്താവേ, ഈ ജനം കാണാൻ തുടങ്ങട്ടെ, ഈ ജനം കേൾക്കാൻ തുടങ്ങട്ടെ, ഈ ജനം അനുഭവിക്കാൻ തുടങ്ങട്ടെ. പ്രാർത്ഥിച്ച കർത്താവേ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അനുഭവിച്ചല്ലേ പറ്റത്തുള്ളപ്പാ. ഇത് ഞാൻ അനുഭവിക്കാനുള്ളതാപ്പാ. ഞാനിത് മുഴുവൻ അനുഭവിക്കേണ്ടതാ. പറ, എനിക്ക് കാണണം, ഈ ലോകത്തിൽ നടക്കണം, ഈ ലോകം അനുഭവിക്കണം, ഈ ആത്മലോകം എനിക്ക് അനുഭവിക്കണം കർത്താവേ. അനിവാശിയുള്ളവർ അനിവാശിയിൽ സ്തുതിച്ച് ജായത കോസലാണ്ട റൂസ് റൂസലിന റനത കാസ ബറക ദീന നോ 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 സൽഖറബകത കുസുകതോകോ പാറകോ ദോലോരോനിയ ദോലബോ ചഖസലകറകതു റുകുനിയ ദബകബ റസ് 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 അഭിഷേകത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ ആളുകൾ നിറയട്ടെ. ആത്മശക്തിയാൽ ആളുകൾ നിറയട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ആത്മാനുഭവത്തിനായി പ്രാർത്ഥിക്കുമെന്ന്. ഞാൻ പ്രാർത്ഥിക്കുവോ? സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ. അനിവാശിയില്ലാത്തവർ അനിവാശി അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ. ഇപ്പോൾ ഭൂതങ്ങൾ അഴിയും, മന്ത്രവാദങ്ങൾ അഴിയും, ദുർശക്തികൾ അഴിയും. ദൈവശക്തിയാൽ ആളുകൾ നിറയും. റിസീവ് 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 റിസീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ. ചില ആളുകളെ സ്വർഗത്തിലേക്ക് കർത്താവ് എടുക്കുക. ചില ആളുകൾ ഇതുവരെ ഇല്ലാത്ത ആത്മദർശനങ്ങൾ കാണുകയാ. സ്വർഗം തുറന്നത് കാണുകയാ. കർത്താവിനെ കാണുകയാ. ദൂതന്മാരെ ഇറങ്ങുകയും കയറുകയും ചെയ്ത് കാണുകയാ. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ആത്മമലോകത്തെ കാണുകയാ. You are in the spiritual world. You are there now. ഇപ്പോൾ നീ അവിടെയാ. നിനക്ക് കാണാം, നിനക്ക് കേൾക്കാം, നിനക്ക് കാണാം, നിനക്ക് കേൾക്കാം. കണ്ണുകൾ അടച്ച് നിനക്ക് കാണാം. സ്പിരിച്വലായി ലോകം കാണാം, സ്പിരിച്വലായി ലോകം കേൾക്കാം. ദർശനങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. ദർശനങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി മുതൽ ആഴമേറിയ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ. ആഴമേറിയ സ്വപ്നങ്ങളുണ്ട്. ആഴമേറിയ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ. Lift them, Lord. നിങ്ങളുടെ ഭാവി എന്താകുന്നു എന്ന് കാണാം. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കാണാം, പെണ്ണിനെ കാണാം, അവന്റെ രൂപം കാണാം, അവന്റെ പേര് കാണാം. അടുത്ത ലെവലിൽ ദൈവം എന്താണ് ബിസിനസ് തരാൻ പോകുന്നത് കാണാം, ജോലി കാണാം. നിങ്ങളുടെ സ്പിരിച്വലായ അടുത്ത വളർച്ച കാണാം. ഹല്ലേലൂയ. ഡീറ്റെയിലുകൾ അനന്യാസിനോട് സംസാരിച്ചതുപോലെ ദൈവം സംസാരിക്കുന്നത് കാണാം.
ഇന്നലെ എന്നോട് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരുവൻ വരുമെന്ന് ശമൂവേലിനോട് പറഞ്ഞതുപോലെ നിങ്ങളോട് പറയുന്നത് കേൾക്ക. ആ തലത്തിലേക്ക് ഉയരെ, അവിടേക്ക് ഉയർന്നു വാ, അവിടേക്ക് ഉയർന്നു വാ. ആ പകർച്ച ഉണ്ടാകട്ടെ. Thank you, Jesus.